ഞാനിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മേലെയാണ് കേട്ടോ നിൽക്കുന്നത്. എൻ്റെ വീട്ടിൻ്റെ മുകൾ വശത്താണ് നിൽക്കുന്നത്. എൻ്റെ ബാക്കിൽ 3 ടാങ്ക് കാണാം നിങ്ങൾക്ക്. എൻ്റെ വീട്ടിലത്തെ ടാങ്കാണ്. ഒന്ന് 1000 ലിറ്ററിൻ്റെയും 2 500 ലിറ്ററിൻ്റെയാണ്. സോ ഇതിപ്പോൾ എന്തിനാ കാണിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ നമ്മളെ മറ്റേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടാങ്ക് അന്വേഷിക്കാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ നിലവിലുള്ള ടാങ്കിൻ്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളതിൽ ഏറ്റവും പുതിയ ടാങ്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. കാറ്റുള്ളത് കൊണ്ട് നല്ല രീതിയിൽ വോയിസിൻ്റെ ഇടയിൽ പ്രശ്നമുണ്ടാവും. സോ ഒന്ന് സഹിക്കുക, ക്ഷമിക്കുക. അപ്പോൾ ഇതിൻ്റെ മൂടി മാത്രമാണ്, ഇതിൻ്റെ അടപ്പ് മാത്രമാണ് നിലവിലുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പൊട്ടിപ്പോയി. അതാണ് ബാക്കിയുള്ളതൊക്കെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒപ്പിച്ചിരിക്കുകയാണ്. ഇത് ഞാൻ എൻ്റെ വീട്ടിലത്തെ ടാങ്കിൻ്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം. വേണ്ട, ഇതാണ് ഇപ്പോൾ അവസ്ഥ. ഈ വെള്ളത്തിൻ്റെ ഒക്കെ കോലം നോക്കിക്കോ. ഇതൊക്കെ അങ്ങനെ കറയായിട്ട് നിൽക്കാം കേട്ടോ. നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടാങ്കിനെ കുറിച്ച് ഒരുപാട് യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലക്കാട് ഒരു ഷോപ്പ് കണ്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോവാണ്. അവിടെ പോയിട്ട് അവിടുത്തെ ടാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സോ നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ അഴുക്കോ ചളിയോ ഒന്നും പിടിക്കാത്ത നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ടാങ്ക്. അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ അതിൽ തന്നെ ഉണ്ട് സ്റ്റെയിന്, കറകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇതിൽ പറ്റിപ്പിടിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പോരാതെ തന്നെ ഇതിന്റെ മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പൊ ഈ ഷോപ്പ് വന്നിരിക്കുന്നത് പാലക്കാട് ചന്ദ്രനഗറുള്ള പിരിവുശാലയിലാണ്. അവിടെ വന്നിട്ട് നമ്മളിപ്പോ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിറ്റി എന്താണ്, ഇതിന്റെ റേറ്റ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അത് നമ്മുടെ NWT ഫിൽട്രേഷന്റെ സ്റ്റാഫായ ബാമച്ചേച്ചി ഉണ്ട്. അപ്പൊ ബാമച്ചേച്ചിന്റെ അടുത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ബാമച്ചേച്ചി നമസ്കാരം. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തുകൊണ്ടാണ് നമ്മളിപ്പോ പ്ലാസ്റ്റിക്കിന്റെ ടാങ്കുകൾ ഇപ്പൊ എല്ലാ വീടുകളിലും കൂടുതലായിട്ടുള്ള ആ ടാങ്കുകളാണ്. സോ അതിന്നിപ്പോ ഇതിലേക്ക് ചൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, അതിനെ കുറിച്ച് ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞുതരും. മെയിനായിട്ട് വന്നിട്ട് നമ്മുടെ ആരോഗ്യ പ്രശ്നം തന്നെയാണ്. അത് വെച്ച് നോക്കുമ്പോ ഇത് വന്നിട്ട് 100% പ്യുവർ സ്റ്റീലാണ്. ഫുഡ് ഗ്രേഡ് 304 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം. അതായത് ഫുഡ് ഗ്രേഡ് 304 എന്ന് പറയുമ്പോൾ ഭക്ഷണം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ടാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് നിത്യോപയോഗം ഉപയോഗിക്കുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറ പിടിക്കില്ല, നോ സ്മെല്ലാണ്, ഉണ്ടാവില്ല, രുചികരമായ വെള്ളം തന്നെ ഇതൊന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പൂപ്പല്, പായല്, ഫംഗസ് അങ്ങനെ നോ ബാക്ടീരിയ ആണ്, അങ്ങനെയൊന്നും വരില്ല അതില്. നിലവിലിപ്പോ നമുക്ക് ഏത് ടൈപ്പ് വെള്ളമാണ് കാണുന്നത് ആ കാണുന്ന അതേമാതിരി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതേ താപനിലയിൽ തന്നെ നമ്മൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും വെള്ളം. അതായത് ഇതിൽ മിറർ കോട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. മിറർ കോട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നട്ടുച്ചയ്ക്കലായാൽ പോലും നമ്മൾക്ക് സാധാരണ താപനിലയിൽ തന്നെ നമുക്ക് വെള്ളം ലഭിക്കുന്നതാണ്. സാധാരണ താപനിലയിൽ നമുക്ക് വെള്ളം കിട്ടും. അതായത് സൂര്യപ്രകാശം എല്ലാവരും നമുക്കൊക്കെ കാണുന്നു പെട്ടെന്ന് തോന്നുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ചൂട് ഒരുപാട് അകത്തേക്ക് കയറുന്നതായിരിക്കും. അതായത് ഈ മിറർ കോട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ സൂര്യപ്രകാശം ഇതിൽ നിന്ന് വ്യതിചലിക്കുകയാണ് ചെയ്യുന്നത്. സൂര്യപ്രകാശം ഒരിക്കലും ഒബ്സർവ് ചെയ്യുന്നില്ല, അതെ, റിഫ്ലക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് സൂര്യപ്രകാശം ഒരിക്കലും ഒബ്സർവ് ചെയ്ത് പോകുന്നില്ല. ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വേറൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ നൈറ്റ് ആകുമ്പോ മൊത്തം തണുക്കും, പിറ്റേ ദിവസം കാണാൻ വേണ്ടി നല്ല തണുപ്പായിരിക്കും, കാരണം സ്റ്റീലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവും? അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല, സാധാരണ നമ്മളെ എങ്ങനെ ടെമ്പറേച്ചറാണോ ആ ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുള്ളതാണ് ഒരു ക്വാളിറ്റി. അപ്പൊ നമ്മള് ഈ പുറത്തുനിന്ന് കാണുന്ന അതേ തന്നെയാണ് അകത്തും ഉള്ളത്? അതെ അതെ, ഇതേ ഫിനിഷിംഗ് ഉള്ളത്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് വേറൊരു കാര്യം എന്താണ് ചോദിച്ചോളൂ വെച്ചാൽ, ഇതിപ്പോ നിങ്ങളെ നിലവിൽ എത്ര
ലിറ്ററുകളുടെ ഒക്കെയാണ് ടാങ്കുകൾ? നമ്മുടെ 100 ലിറ്റർ മുതൽ 5000 ലിറ്റർ വരെ ലഭ്യമാണ്. 5000 ലിറ്റർ വരെ ലഭ്യമാണ്. ഓ, അങ്ങനെയാകുമ്പോൾ നമുക്ക് വലിയ വലിയ റിസോർട്ടുകൾ, ഹോട്ടലുകൾ അങ്ങനെയുള്ള യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റല്, കോളേജ്, പിന്നെ എന്താണ് റെസ്റ്റോറന്റ്, സിനിമ, ബീവറേജസ്, ഇപ്പൊ വീടുകളിലും കൂടുതലായിട്ട് വെക്കുന്നുണ്ട്. വീടുകളിലും കൂടുതലായിട്ട് വെക്കുന്നത്. ഓക്കെ, ഇതിപ്പോ ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ പറയുമ്പോൾ നമ്മൾ മറ്റേ ടാങ്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹോൾ ഉണ്ടാക്കി ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിപ്പോ അതേമാതിരി ചെയ്യണം. അതായത് സാധാ ടാങ്കിലാണെങ്കിൽ നമ്മൾ ടാങ്കിന്റെ ഉള്ളിൽ ഇറങ്ങി കണക്ടർ ഫിക്സ് കണക്ടർ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളിൽ ഇറങ്ങേണ്ടതായിട്ട് വരും. ഇത് നമ്മൾക്ക് ഈസി ആയിട്ട് ഒരു ഡ്രില്ലിങ്ങോ ഒരു വെൽഡിങ്ങോ ഒന്നും ആവശ്യമില്ല. ഈസി ആയിട്ട് ഒരു പ്ലംബർക്ക് ചെയ്യാൻ പറ്റിയ ഇൻസ്റ്റലേഷനാണ് നമ്മുടെ ഈ സ്റ്റീൽ വാട്ടർ ടാങ്ക്. ഓക്കെ, അപ്പൊ ഇതില് എങ്ങനെയാണ് ഇതിന്റെ ഇൻലെറ്റോ ഔട്ട്ലെറ്റോ ഒക്കെ നമ്മൾ അതിനെ നിലവിൽ അത് ഫിക്സഡ് ആണോ? അതോ ഫിക്സഡ് ആണ് ഔട്ട്ലെറ്റ്, പിന്നെ ഇൻലെറ്റ് അത് നമ്മുടെ 1.25 ഇഞ്ചാണ് വരുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് വരുന്നത്. അപ്പൊ അത് ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. പിന്നെ വാൾവും വെക്കേണ്ടതായിട്ട് വരും. അത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻസ്റ്റാളേഷൻ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഒന്ന് പറഞ്ഞാൽ PVC പൈപ്പ് ടാങ്കിനെ കാട്ടിയും ഒന്നും കൂടി അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ ഇറങ്ങി ക്ലീൻ ചെയ്യേണ്ടതായിട്ടാണ് വരുന്നത്. അത് ഭയങ്കരമായിട്ടുള്ള ഒരു കഷ്ടമുള്ള കാര്യമാണ്. നമ്മളിപ്പോ ഒരു ദിവസത്തെ ജോലി തന്നെയാണ്. അതായത് ഒരു നല്ല തുണി എടുക്കണം, ബക്കറ്റ് എടുക്കണം, കപ്പ് എടുക്കണം, മൊത്തം ഇതാക്കി കാലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഉച്ച വരെയെങ്കിലും നമ്മളിത് പണിയെടുക്കണം അതിനകത്ത് കയറിയിട്ട്. അപ്പൊ ഇതിന്റെ ഈസി ഡ്രെയിനേജ് ആണ്, ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അതായത് ഇതിന്റെ അവശിഷ്ടങ്ങളെല്ലാം ഈ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള സെഗ്മെന്റ് എല്ലാം താഴെ വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്നത്. അപ്പൊ നമ്മളിത് ഹൊറിസോണ്ടലി മോഡലിലാണ് വരുന്നത്. പിന്നെ അതിന് ക്യാപ്സൂൾ രൂപത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴത്ത് ഇങ്ങനെയാണ് വന്ന് കിടക്കുന്നത്. ഇതിന്റെ ഔട്ട്ലെറ്റ് വരുന്നത് കറക്റ്റ് സെന്റർ ഭാഗത്താണ്. സെന്റർ ഭാഗത്ത് ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അഡീഷണൽ ആയിട്ട് സൈഡിൽ കൂടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സെന്ററിലാവുന്നുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ വാട്ടറിന്റെ എല്ലാ വേസ്റ്റും വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാം അകത്തേക്ക് വരും. ഇപ്പൊ നിങ്ങളിപ്പോ നെക്സ്റ്റ് ടൈം ഇപ്പൊ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ സാധാരണ മോട്ടർ ഓൺ ആക്കുമ്പോ കുറച്ച് നേരം ഒന്ന് വെള്ളം ഇട്ടിട്ട് ഒന്ന് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് താഴത്തും കൂടെ ഒഴുകിപ്പോവും, സംഭവം ക്ലീൻ ആയി. അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് എല്ലാവർക്കും ഉണ്ടാവും, നമ്മൾ വീട്ടിന്റെ മുകളിൽ വെക്കുന്നതാണ്, ഓപ്പൺ പ്ലേസിൽ വെക്കുന്നതാണ്. അപ്പൊ ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത ഇത് എത്രത്തോളം ഉണ്ട്, അതിനെ റിഫ്ലക്ട് ചെയ്യും, അതിനെ കുറിച്ചൊന്ന് ജസ്റ്റ് പറഞ്ഞു. നമ്മൾ മുൻപേ പറഞ്ഞിരുന്നു മിറർ കോട്ടിംഗ് ആണ്, 304 മെറ്റീരിയൽ കൊണ്ടാണ്, അതിന്റെ സ്റ്റീൽ കൊണ്ടാണ് നമ്മളിത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഇടിമിന്നൽ ഏൽക്കാൻ ചാൻസ് കുറവാണ്. അപ്പൊ ഈ വുഡ് ഗ്രേഡ് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇടിമിന്നൽ ഏൽക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഈ മറ്റൊരു കാര്യം എന്താ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ ഹോൾസെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ, അതിനെ കുറിച്ച് ഒന്ന് പറയും. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഹോൾസെയിൽ റീറ്റെയിലാണ് ചെയ്യുന്നത്. ഹോൾസെയിൽ റീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹോൾസെയിൽ ചെയ്യുമ്പോൾ അതിനിങ്ങനെ എത്ര നമ്മൾ ക്വാണ്ടിറ്റി എടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ? അതിനെ കുറിച്ച് ഇപ്പൊ ഡെലിവറി കാര്യങ്ങൾ അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരും. നമ്മളിപ്പോ സാധാരണ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുമോ, അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? നമ്മളെ ഈ 60 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ളവർക്ക് നമ്മൾ ഫ്രീ ഡെലിവറി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, 60 കിലോമീറ്ററിന്റെ അടുത്ത് വരുന്നവർക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുള്ളത് ഇപ്പോൾ സ്റ്റാൻഡിലാണ് വെച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പൊ ആ സ്റ്റാൻഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം. അത് തുരുമ്പ് പിടിക്കുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റാൻഡ് വന്നിട്ട് GI ആണ്. ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല. ഇത് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് തന്നെയാണ്. 1.25 അടി ഇഞ്ചാണ് വരുന്നത്. 1.25 അടി. ഈ ഹൈറ്റ് വരുന്നത് നമ്മളിപ്പോ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ബാത്റൂമിൽ ബാക്കിയുള്ളവർക്ക് ടാപ്പ് തുറക്കുമ്പോൾ സ്ലോ ആയിട്ട് വെള്ളം വരുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ ഒരു സ്റ്റാൻഡും കൂടെ വരുമ്പോൾ അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടെ ഹൈറ്റ് വരും. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രഷറും കൂടെ അതിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഒരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇതിന് ചേച്ചി ഞാൻ പറയട്ടെ, ഈ സ്റ്റാൻഡ് കാരണം നമുക്ക് ഈ ടാങ്കിലേക്ക് വല്ല പ്രശ്നം, അതായത് തുരുമ്പ് ഇതും തുരുമ്പ് പിടിക്കില്ല. ഓക്കെ, അപ്പൊ ഇതും നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്റ്റാൻഡിന്റെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചെയ്ത് കൊടുക്കും.
എക്സ്ട്രാ ചെയ്ത് കൊടുക്കും. അതിന്റെ എക്സ്ട്രാ ചാർജ് വരുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ചെറിയൊരു ചാർജ് കൂടെ അഡീഷണൽ ആയിട്ട് വരും. ചേച്ചി അപ്പൊ ഇതിന് ഒരു വാറന്റി പീരീഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിനെ കുറിച്ച് ജസ്റ്റ് പറയും. ഇതിന്റെ വാറന്റി വന്നിട്ട് 10 വർഷമാണ്. 10 വർഷം വാറന്റി. ഓക്കെ ഓക്കെ. ഇതിലിപ്പോ നിലവില് വല്ല പെട്ടെന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടുപോയ ശേഷം അതിന് പെട്ടെന്ന് കംപ്ലൈന്റ് കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്ലേസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ. അപ്പൊ 10 വർഷം നമുക്ക് മെയിൻ്റെനൻസ് വാറന്റി കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് അങ്ങനെ മെയിൻ്റെനൻസ് വരാറില്ല. ഒരുപാട് നമ്മൾ കൊടുക്കാറുണ്ട്. ഡെയിലി എൻക്വയറീസും നമ്മൾ എല്ലാം ഡെലിവറി ചെയ്യുന്നതാണ്. ഇതുവരെ കംപ്ലൈന്റ് വന്നിട്ടില്ല. ഓക്കെ. ആ ഒരു ധൈര്യം തന്നെയാണ്. ഒരു 10 വർഷം വാറന്റി കൊടുക്കണമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു 20 വർഷം ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് സുഖമായിട്ട് മനസ്സിലാക്കാം അതിലൂടെ തന്നെ. സോ അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് കാര്യങ്ങള് വന്നിട്ട് 10,000 മുതൽ 1 ലാഖിന്റെ ഉള്ളിൽ വരെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. 10,000 മുതൽ 1 ലാഖ് വരെ നമുക്ക് 1 ലാഖ് അബോവ് വരെയുള്ള ടാങ്കുകൾ അതിന്റെ വലുപ്പവും കാര്യങ്ങളും അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. പിന്നെ ഇതിന് ഒരു ഫിക്സഡ് ആയിട്ട് റേറ്റ് എന്നാണ് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പൊ അതിൻ്റെതായ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഡേ ബൈ ഡേ അതിന്റെ റേറ്റും കാര്യങ്ങളും വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ചെറിയ ചെറിയ രീതിയിൽ ചെറിയ ചേഞ്ച് വരും. അതുകൊണ്ടാണ് ഒരു ഫിക്സഡ് റേറ്റ് നമ്മൾ വീഡിയോയിൽ പറയാത്തത് കേട്ടോ. ചേച്ചി അപ്പൊ നമ്മുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു. ഇനി നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വാട്സപ്പിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഫോട്ടോസ് ആയിട്ട് അയച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നതാണ്. ഓക്കെ. ഇതിപ്പോ എല്ലാ കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുമല്ലോ. കൊടുക്കാൻ പറ്റും. നിലവിൽ ഇവര് തമിഴ്നാടും ഇതിന്റെ നമ്മുടെ ഷോറൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാടാണെങ്കിലും ഇവർക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ ചേച്ചി നമ്മളിപ്പോ ടാങ്ക് കണ്ടു, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ടാങ്ക് കാര്യങ്ങൾ അല്ലാതെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഷോപ്പിൽ ചെയ്യുന്നത്? കാരണം ഹോൾസെയിൽ ആയിട്ടുള്ള കച്ചവടക്കാർ നമ്മുടെ ടാങ്ക് എടുക്കാൻ വരുമ്പോൾ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ എന്തൊക്കെ ഉണ്ട് അതിന് ഉപകാരപ്പെടും. അപ്പൊ നമ്മുടെ RO ടാങ്കിന്റെ ഫിൽട്രേഷൻ 5 ലിറ്റർ മുതൽ 10,000 വരെയാണ് അതിന്റെ ഫിൽട്രേഷന്റെ കപ്പാസിറ്റി. അതിനനുസരിച്ചിട്ടുള്ള എല്ലാ സ്പെയർ പാർട്സുകളും നമ്മുടെ ഇവിടെ ലഭ്യമാണ്. നമ്മുടെ വീഡിയോ ചുരുക്കാം ചേച്ചി. മാക്സിമം കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം വിവരിച്ച് തരുന്നതാണ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടെ നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു തരാം. പാലക്കാട് ചന്ദ്രനഗറിന് അടുത്തുള്ള പിരിവുശാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. കാർ പാലസ് ആണ് ഇതിന്റെ ലൊക്കേഷൻ ആയിട്ട് പറയുന്നത്. കാർ പാലസിന്റെ തൊട്ടടുത്താണ്. ഓക്കെ.